السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള വേങ്ങര മണ്ഡലം ചെയർമാൻ കൂടിയായ മുഹമ്മദ് മൗലവി, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, വളരെ വിശാലമായ ഒരു സംസാരമാണ് എനിക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം, അതിന്റെ പ്രത്യേകതയും അതിന്റെ വ്യതിരക്തതയുമെല്ലാം വളരെ വിശാലമായി തന്നെ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി അവറുകൾ സംസാരിച്ചിട്ടുണ്ട്. അതിനോട് കൂട്ടി ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദർശം, അതിൻ്റെ നിലപാടുകൾ, അത് സ്വീകരിച്ചിട്ടുള്ളത് മുൻഗാമികളിൽ നിന്ന് തന്നെയാണ്. കേവലം ആളുകൾ കൂടിയിരുന്ന് തീരുമാനിച്ച് ഒപ്പിച്ചതല്ല എന്നത് നാളിന്നു വരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നതാണ്. നമ്മൾ വളരെ വ്യക്തമായി സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 3 മേഖലയിലൂടെ എൻ്റെ പ്രസംഗം പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആമുഖം കൂടുതൽ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയനിലപാടുകളെല്ലാം മുൻഗാമികളുടെ കൃത്യമായ വിശദീകരണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു നിലപാട് എവിടെ സംസാരിക്കുന്നുവോ അതെല്ലാം
ഈ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരാൾ അയാളുടെ ഇഷ്ടപ്രകാരം സംസാരിക്കുന്നതല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതും സ്വഹാബത്തിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തതും ആ വിഷയത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടവരാണ് വിശ്വാസികൾ. അവിടെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാനത് മനസ്സിലാക്കിയിട്ട് ശരിയാവണില്ല, ഞാൻ ചിന്തിച്ചിട്ട് മനസ്സിലാകണില്ല എന്നതുകൊണ്ട് ആ വിഷയത്തെ തള്ളാൻ നമുക്ക് സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകം, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു സത്യവിശ്വാസി ഒരു സത്യവിശ്വാസിനി അവർക്ക് യോജിച്ചതല്ല. ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം വിധിച്ചാൽ, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ അവരുടെ കാര്യത്തിൽ സ്വതന്ത്ര തീരുമാനത്തിന് അവകാശമില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ആര് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും എതിര് പ്രവർത്തിക്കുന്നുവോ, അനുസരണക്കേട് കാണിക്കുന്നുവോ, ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അയാൾ വ്യക്തമായും പിഴച്ചുപോയവനാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു വിഷയം വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം പറഞ്ഞാൽ അവിടെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഞാൻ എത്ര ബുദ്ധി കൊടുത്ത് ആലോചിച്ചിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏതെങ്കിലും രൂപത്തിലൊരു സ്വതന്ത്ര നിലപാട് എടുക്കാൻ വിശ്വാസിയായിക്കൊണ്ട് സാധ്യമല്ല. വിശ്വാസിയാണെങ്കിൽ അയാൾ സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് മാത്രമാണ് പറയുക. അവിടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഒരു വിഷയത്തിനെ തന്റെ ബുദ്ധിക്ക് യോജിക്കാത്തതിന്റെ പേരിൽ നിശിതമായി വിമർശിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഒരാൾ തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യവും വ്യക്തവുമായി ലഭിച്ച ഒരു കാര്യത്തെ നിഷേധിച്ച് തള്ളിയാൽ അയാൾ വിശ്വാസിയല്ല, അയാൾ പുത്തൻവാദിയായി മാറിപ്പോവുകയാണ്, വ്യക്തമായും പിഴച്ചവനായി പോവുകയാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ പല കക്ഷികളുടെയും പ്രവർത്തനം അങ്ങനെയാണ്. അവരവരുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചു നോക്കുമ്പോൾ ശരിയല്ല എന്ന് തോന്നുമ്പോൾ, അവരാലോചിച്ചു നോക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന കാരണത്തിനാൽ അവരതാ സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തുകയും അങ്ങനെ ഈ മതത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശാലമായ ഒരു വാചകത്തിന്റെ അവസാന ഭാഗം ഞാനൊന്ന് പറയാം. യംറുഖൂന മിനദ്ദീൻ, മതത്തിൽ നിന്ന് അവർ പുറത്തു പോവുകയാണ്, മതത്തിൽ നിന്ന് അവർ പുറത്തേക്ക് കടന്നു പോവുകയാണ്. എങ്ങനെയോ ഉരുവിന്റെ ദേഹത്തേക്ക് അമ്പ് കൊണ്ടിട്ട് ആ അമ്പ് പുറത്തേക്ക് കടന്നു പോകുന്നത് പോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഇസ്ലാമിൽ പ്രവേശിച്ചിട്ട് പുറത്തേക്ക് പോകുന്നവരാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ വളരെ കണിശമായി നമ്മൾ അറിയേണ്ടത് അങ്ങനെയാണോ, അങ്ങനെ സ്വീകരിക്കണം.
അള്ളയും റസൂലും പറഞ്ഞതാണോ? എന്നാ പിന്നെ അതിനപ്പുറത്തേക്ക് വർത്താനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് സ്വന്തം ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ തനിക്ക് അനുകൂലമാക്കി തീർക്കാനുള്ള വ്യാഖ്യാന കസർത്തുകളിൽ അവർ നിൽക്കാറില്ല. ആമന്നാ വസല്ലംനാ സമഅനാ വഅതഅനാ, ഈ രൂപത്തിലാണ് മുൻഗാമികൾ കടന്നുപോയിട്ടുള്ളതെങ്കിൽ ആ നിലപാടിൽ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പണ്ഡിതന്മാരും കടന്നുപോയിട്ടുള്ളത്. എങ്ങനെയാണ്? അതെന്താ ഇങ്ങനെ എന്ന ചോദ്യമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഞാൻ ആമുഖമായി വളരെ ഗൗരവത്തോടുകൂടി പറയുന്ന ഒരു വിഷയമാണ്. നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുവാൻ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതെന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ നിർവചനം പൊളിഞ്ഞുപോയിരിക്കുന്നു എന്നതാണ്. ആലപ്പുഴയിൽ നടന്ന ഒരു സംവാദത്തോടെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരുന്ന ആ നിർവചനം പൊളിഞ്ഞുപോയി. എന്താ പൊളിഞ്ഞു പോകാനുള്ള കാരണം? അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുക എന്നത് പ്രാർത്ഥനയുടെ നിർവചനമായി പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നതും അവിടുന്ന് പ്രവർത്തിച്ചതും അല്ലെങ്കിൽ അവിടുത്തെ സ്വഹാബത്ത് ചെയ്തതും നബിതങ്ങൾ പറഞ്ഞതുമെല്ലാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതെന്നറിയാത്തതിനാൽ അത് അഭൗതികമായ നിലപാടാണ് എന്നതുകൊണ്ട് മുജാഹിദുകൾ പറഞ്ഞ ആദർശം പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് പുതിയ കണ്ടുപിടുത്തം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സംവാദം കഴിഞ്ഞത് മുതൽ, ആ സംവാദത്തിന്റെ അഥവാ ആലപ്പുഴയിൽ നടന്ന സംവാദം കഴിഞ്ഞതു മുതൽ ധാരാളം ആളുകൾ, നമ്മുടെ പ്രവർത്തകന്മാരായ ആളുകളും അല്ലാത്ത ആളുകളുമൊക്കെ അവർ വിളിച്ചു പറഞ്ഞൊരു സംഗതി എന്താന്ന് വെച്ചാല് ചില കാര്യങ്ങൾ കൊണ്ട് ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നുള്ളതാണ്. ബഹുമാന്യനായ കുഞ്ഞീദ് മദനി, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, ആ കുഞ്ഞീദ് മദനിയുടെ പുസ്തകം മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ പോലും വിശാലമായി അറിയപ്പെടാതിരുന്ന പുസ്തകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞീദ് മദനി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പരിചയമുണ്ടെങ്കിലും അതിനുശേഷം വന്ന ആളുകൾക്ക് പലർക്കും ആ പുസ്തകം അത്ര പരിചയമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും വായിച്ചു നോക്കാത്തവരായിരുന്നു മുജാഹിദുകൾ. പക്ഷേ ആലപ്പുഴ സംവാദം കഴിഞ്ഞതോടെ കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ധാരാളം ആളുകൾ കുഞ്ഞീദ് മദനിയുടെ പുസ്തകം പരതി, കുഞ്ഞീദ് മദനിയുടെ പുസ്തകം വായിച്ചു നോക്കി അത് പഠിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് റബ്ബ് കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറയും. ഇതാണ് ബറക്കത്ത്, ഇതാണ് അള്ളാഹു നൽകുന്ന കറാമത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേകമായ ബഹുമതി അതാണ്, മരണാനന്തര ബഹുമതി. നിങ്ങൾ നോക്കൂ, കുഞ്ഞീദ് മദനി പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശവും ഇസ്ലാമിൽ പറയപ്പെട്ട വിഷയവുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാൻ കുഞ്ഞീദ് മദനിയുടെ 2 പുസ്തകം മാത്രം വളരെ ചുരുക്കിപ്പെട്ട് നിങ്ങളോട് പറയാൻ. ഒന്ന് ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ്, മറ്റൊന്ന് ഇസ്ലാമിന്റെ ജീവൻ. 2 പുസ്തകങ്ങളുണ്ട്. ഇത് 2 അല്ലട്ടോ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന വേറൊരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ജീവിച്ചിരുന്ന ബദരീങ്ങളും ജീവിച്ചിരിക്കുന്ന ബദരീങ്ങളും എന്നതും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്. ഇത് നിങ്ങൾ അറിയേണ്ട എന്താന്ന് വെച്ചാൽ,
സമസ്ത മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുഞ്ഞീദ് മദനിയുടെ പുസ്തകം എന്നത് മാത്രമല്ല, പണ്ഡിത ലോകത്തിന്റെ ഇബാറത്തുകൾ ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന രൂപം പോലും അറിയില്ല എന്നതാണ്. ഓരോ പണ്ഡിതന്മാരുടെയും ഒരു പ്രത്യേകതയുണ്ട്. ജനങ്ങൾക്ക് തങ്ങൾ പറയുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണമെന്ന അതിയായ ആഗ്രഹം നിസ്വാർത്ഥരായ പണ്ഡിതന്മാർക്കുണ്ടാകും. അതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു, അത് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി വേറൊരു രൂപത്തിൽ പറഞ്ഞു, ഒന്നും കൂടെ വിശദീകരിച്ചും. ഇതൊരു പ്രത്യേക ശൈലിയാണ്. കുഞ്ഞീദ് മദനിയുടെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ്. കുഞ്ഞീദ് മദനിയുടെ ഒരു ശൈലി ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം തൗഹീദിനെ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ അടിത്തറ, ഇത് ഒന്നാമത്തെ ഭാഗം തന്നെ, അഥവാ പുസ്തകം തുടങ്ങുന്ന ഒന്നാമത്തെ ചർച്ച. അതിൽ അദ്ദേഹം പറയാണ്, ഹംദു സ്വലാത്തൊക്കെ പറഞ്ഞിട്ട്, ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദാണ്. അല്ലാഹു ഏകനാണ്, സത്തയിലും ഗുണങ്ങളിലും ഏകനാണ്, അധികാരങ്ങളിലും അവകാശങ്ങളിലും അവൻ ഏകൻ തന്നെയാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന ആശയമാണ് തൗഹീദ്. എന്താ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞേ? ഇനി കേട്ടോ, വിപുലീകരിച്ചു പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സൃഷ്ടിചരാചരങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബ് ഏകനായ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് സൃഷ്ടികളുടെ സർവ്വ ഇബാദത്തുകൾക്കും പ്രാർത്ഥനകൾക്കും തേട്ടങ്ങൾക്കും അർഹനായ ഇലാഹും ഏകനായ അല്ലാഹു മാത്രമാണ്. കഴിഞ്ഞില്ല. മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ, മുകളിൽ നിന്ന് ലഭിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും അല്ലാഹുവിൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് താഴെ നിന്ന് ചെയ്യുന്ന സർവ്വ ഇബാദത്തുകളും അല്ലാഹുവിന് മാത്രമായിരിക്കേണ്ടതാണ്. ഈ ആശയം മനസാ വാചാ കർമ്മണ സ്വീകരിക്കുക എന്നതാണ് തൗഹീദ് കൊണ്ട് വിവക്ഷിക്കുന്നത്. കുഞ്ഞീദ് മദനിയുടെ ഒരു സ്റ്റൈലാണത്. കുഞ്ഞീദ് മദനിയുടെ അദ്ദേഹത്തിന്റെ രചനയുടെ ഒരു ശൈലിയാണത്. ഒരേ വിഷയം തന്നെ പല രൂപത്തിൽ അനുവാചകർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. ഇതറിയാത്ത മുസ്ലിയാക്കന്മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ പറയൽ നോ അന്തം വിത്തോട്ട് കുന്തം എന്നല്ലേ, അന്തവും കുന്തവും ഇല്ലാത്ത മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞീദ് മദനി പറഞ്ഞത് എന്താണെന്ന് ഓല് മനസ്സിലാക്കിയത്, ഇതെന്തിനാ അങ്ങനെ പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ പറയാൻ, വിഷയം എന്താണെന്ന് അറിയില്ല. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഈ മൂന്ന് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിലാകും. ഒന്ന് മനസ്സിലായാൽ തൗഹീദിന്റെ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദ് അയാൾക്ക് കൃത്യമായി മനസ്സിലാകും. ഇതാണ് കുഞ്ഞീദ് മദനിയുടെ സ്റ്റൈൽ. മനസ്സിലായോ? സംവാദത്തിൽ വലിയ രസം എന്താന്ന് വെച്ചാല്, കുഞ്ഞീദ് മദനിയുടെ പുസ്തകം, അതായത് സംവാദത്തിന്റെ വിഷയാവതരണം മുതൽ സംവാദത്തിന്റെ അവലോകനം വരെ സമസ്ത മുസ്ലിയാക്കന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാചകം, ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് ബഹുമാന്യനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാഹ്. ഞാൻ പറയട്ടെ, കഴിഞ്ഞുപോയ ഒരൊറ്റ സംവാദങ്ങളിലും ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനെ തുടക്കം മുതൽ ഒടുക്കം വരെ പറയപ്പെടുന്നൊരു സംവാദം ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മരണാനന്തര ബഹുമതി അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ടാണ് ഈ സംവാദത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കുഞ്ഞീദ് മദനി റഹിമഹുല്ലയുടെ പുസ്തകമാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അങ്ങോട്ട് പറയട്ടെ, അങ്ങനെ പറഞ്ഞോട്ടെ, അങ്ങോട്ട് പറഞ്ഞോട്ടെ ഓലങ്ങോട്ട് പറയട്ടെ. എനിക്കോട്ടോ പ്രിയപ്പെട്ടവരെ, കുഞ്ഞീദ് മദനി റഹിമഹുല്ല പറഞ്ഞ വിഷയത്തിൽ ഇവർ എടുത്തുദ്ധരിക്കുന്ന വിഷയമാവട്ടെ, അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചു പോയാൽ അത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനമിതാ തകരുകയാണ്, അവരുടെ നിർവചനം പൊളിഞ്ഞിരിക്കുകയാണെന്ന്
കുഞ്ഞീദ് മദനിയുടെ പുസ്തകം വായിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു. അതിൽ ഒരു ഭാഗം ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓലുദ്ദേശിച്ചൊരു സംഗതി ഉണ്ട്, അതിങ്ങനെ നടപ്പിൽ വരുത്താൻ വേണ്ടി കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിന്റെ ഒരു ഭാഗം വെറുതെ പറഞ്ഞു പോയതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അജണ്ടയുണ്ട് നമുക്ക്. ആ അജണ്ട എന്താണ്? ഇവർ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു വർത്തമാനത്തിൽ കുടുക്കിയിട്ട് സംവാദത്തെ ഓല ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. അതേസമയത്ത് പൊതുജനങ്ങൾക്ക് നമ്മളിലൂടെ കിട്ടേണ്ടുന്ന പലതും നഷ്ടപ്പെടണം എന്നവർ വിചാരിച്ചിരുന്നു. പക്ഷെ മുജാഹിദ് പണ്ഡിതന്മാർ ആ രൂപത്തിൽ നിന്നുകൊടുത്തില്ല. കുഞ്ഞീദ് മദനിയുടെ പുസ്തകം മലയാളത്തിലാണല്ലോ, മലയാളത്തിൽ ആളുകൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, കുഞ്ഞീദ് മദനി റഹിമഹുല്ല എന്താണ് പറയപ്പെടുന്ന വിഷയം? ഇബാദത്ത് വിഷയം ചർച്ച ചെയ്യാൻ. ആ ഇബാദത്ത് പറഞ്ഞു വരുമ്പോൾ കുഞ്ഞീദ് മദനി റഹിമഹുല്ല പറയുകയാണ്, ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. പ്രാർത്ഥന തന്നെയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്നും വന്നിരിക്കുന്നു. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാണ്, മജ്ജ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു അംശമാണല്ലോ. അതനുസരിച്ച് പ്രാർത്ഥന അന്തർധാരയായി വർത്തിക്കുന്ന കർമ്മങ്ങൾ ആരാധനയാണെന്ന് വന്നു. അങ്ങനെ ആരാധനയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ വിവരണം അനുസരിച്ച് പ്രാർത്ഥനയും പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മറ്റു കർമ്മങ്ങളുമാണ് ആരാധന എന്ന് ഗ്രഹിക്കാം. ഇനിയാണ് കേട്ടോ, എന്താണ് പ്രാർത്ഥന, അഭ്യർത്ഥന? പ്രാർത്ഥനയും പ്രാർത്ഥന എന്ന ജീവൻ ഉൾക്കൊള്ളുന്ന മറ്റു കർമ്മങ്ങളുമാണ് ആരാധന എന്ന് പറഞ്ഞല്ലോ. തദടിസ്ഥാനത്തിൽ പറയുമ്പോൾ പടച്ചവനെ രക്ഷിക്കണേ എന്നതൊരു പ്രാർത്ഥനയായതുകൊണ്ട് അത് ആരാധനയാണ്. നമസ്കാരം പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു കർമ്മമായതുകൊണ്ട് അതും ഒരു ആരാധനയാണ്. എന്നാൽ എന്താണ് പ്രാർത്ഥന? ഇനി ശ്രദ്ധിക്കണം നിങ്ങൾ. എന്താ പ്രാർത്ഥന? അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ് പ്രാർത്ഥന. ചുണ്ടുകൾ കൊണ്ട് ഉരുവിട്ടാലും ഇല്ലെങ്കിലും അത് പ്രാർത്ഥന തന്നെ. എന്താണ്? അഭൗതികമായ മാർഗത്തിൽ. ആളുകൾക്ക് മനസ്സിലാകാത്തൊരു ചങ്ങ, എന്താണ് ഈ അഭൗതിക മാർഗം? എന്താണ് ഈ അഭൗതിക മാർഗം എന്നതാണ് വളരെ വ്യക്തമാണ് വിഷയം. ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചില ആളുകൾ എന്താണ് ഈ അഭൗതികം, എന്താണ് ഭൗതികം എന്നൊക്കെ പറയാൻ വളരെ കൃത്യമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് മുഴുവനും. മനുഷ്യൻ എന്ന കേന്ദ്ര ബിന്ദുവിനെ വെച്ചുകൊണ്ടാണ് ബഹുമാന്യനായ കുഞ്ഞീദ് മദനിയുടെ പുസ്തകങ്ങൾ മുഴുവനും ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല, കേരളത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർ മുഴുവനും ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായത്, ആ അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ്. നാവ് കൊണ്ട് ഉച്ചരിച്ചില്ലെങ്കിലും മനസ്സിലാ തേട്ടുണ്ടായ മതി, അതിന് പ്രാർത്ഥന എന്ന് പറയും. നീ കേട്ടോണേ, ഇനി കുഞ്ഞീദ് മദനിയുടെ സ്റ്റൈൽ വരാൻ പോവാണ്. എന്താ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ഇനിയോ ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ മറഞ്ഞ വഴിക്കൊരു ഉപകാരം നേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥനയെന്നും പറയാം. ഇത് മൂന്നും ഒന്നാണ്. ഈ മൂന്നെണ്ണവും അഥവാ മൂന്ന് രൂപത്തിൽ പറഞ്ഞ ഒന്നാണത്. പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കാറുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം. ഒരു ഒന്നാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയാം, അൽ വജ്ഹു സാനി ഇങ്ങനെ പറയാം, അൽ വജ്ഹു സാലിസ് ഇങ്ങനെ പറയാം, അൽ വജ്ഹു റാബി ഇങ്ങനെ പറയാം. ഇത് സാധാരണ പണ്ഡിതന്മാരുടെ ശൈലിയാണ്. ആ ശൈലിയെ എടുത്തിട്ട് തങ്ങളുടെ മുന്നിലിരിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് തക്ബീർ വിളിക്കാൻ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി കൊടുത്തു മുസ്ലിയാക്കന്മാര്. നിങ്ങളോട് ആര് പറഞ്ഞു ഇങ്ങനെ പറയാൻ?
എന്റെ ചെലവിലല്ലല്ലോ പണ്ഡിതന്മാരുള്ളത്. അവർ ഗ്രന്ഥരചന നടത്തുന്നത് അവർക്ക് കിട്ടിയ അവർ പഠിച്ച വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കുഞ്ഞീദ് മദനി പറഞ്ഞത് മൂന്നും ഒരേ രൂപത്തിൽ തന്നെയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞീദ് മദനിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ സാധാരണ മുസ്ലിയാക്കന്മാര് പറയാറുള്ളത്, ഒരു കാര്യത്തെ അഥവാ അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചാൽ, അഭൗതിക മാർഗത്തിലുള്ളൊരു ഗുണം പ്രതീക്ഷിച്ചാൽ തന്നെ തെറ്റായി പോയി. എന്തിനാണ് ആ പ്രവർത്തനം പറയണമെന്നറിയോ? അവർ ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറെ ബറക്കത്തുമായി ബന്ധപ്പെട്ട സംഗതികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ബറക്കത്തുമായി പറഞ്ഞു വെച്ച സാധനം ബറക്കത്ത് എങ്ങനെ ഉണ്ടാകണത് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അത് അഭൗതികമല്ലേ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലേ, അല്ലേ എന്നാണ് പറയാ. അല്ല, ബറക്കത്ത് എന്ന് പറയുന്ന സാധനം തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ബറക്കത്തുണ്ടാക്കുന്നയാൾ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ധാരാളം വിഷയം ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനൊരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് യുവത പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകം ഇറക്കുന്നത് 2005 ഇതിന്റെ സെക്കൻഡ് എഡിഷൻ പുറത്തിറങ്ങുന്നത് 2005. ഈ പുസ്തകത്തിന്റെ പേര് തബറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും എന്നാണ്. മുജാഹിദുകൾക്ക് അറിയാത്ത ഒരു സംഗതിയൊന്നുമല്ല ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നും, ആ ബറക്കത്ത് എന്തിനൊക്കെ ഉണ്ടെന്നും, ആ ബറക്കത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളതെന്നും, ബറക്കത്ത് എങ്ങനെ ഏതിലൊക്കെ ഉണ്ടാകില്ല എന്നുമൊക്കെ കൃത്യമായി അറിയുന്നവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ സംവാദത്തിൽ നമ്മൾ പറയുകയും ചെയ്തു, ബറക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്. നമ്മൾ സാധാരണ ഉദ്ദേശിച്ചിരുന്നത് അതിന് ചില വീഡിയോകൾ കാണിച്ചുകൊണ്ട് സംസാരിക്കണമെന്നായിരുന്നു. സാങ്കേതികമായ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് അത് ഒഴിവാക്കേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ആ വിഷയം പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ മാത്രമേ അല്പം വെള്ളമുള്ളൂ, സ്വഹാബികളെ കയ്യിലൊന്നും വെള്ളമില്ല. നബി തങ്ങൾ ആ വെള്ളമെടുത്തപ്പോൾ സ്വഹാബികളെല്ലാം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരൂ. എന്നിട്ട് നബി തങ്ങൾ അവിടുത്തെ കൈ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുകയാണ്. ആ സമയത്തതാ ഫലഖദ് റഅയ്തുൽ മാഅ യതഫജ്ജറു മിൻ ബൈനി അസ്വാബിഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടിയൊഴുകുകയാണ്. അങ്ങനെ ജനങ്ങളൊക്കെ കുടിക്കുന്നു, അവരെല്ലാം ഒളു എടുക്കുന്നു. ഈ വെള്ളം ഇങ്ങനെ പുറത്തു വരുമ്പോൾ നബി തങ്ങൾ വിളിച്ചു പറയുകയാണ്, അഹിയാലാഹിൽ വുളൂ അൽ ബറകത്തു മിനല്ലാഹ്. ഇതാ നിങ്ങൾ ഒളു എടുക്കേണ്ട ആളുകളൊക്കെ വന്നോളൂ, അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ് അനുഗ്രഹമുള്ളത്. അൽ ബറകത്തു മിനല്ലാഹ്, ബറക്കത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ സാധാരണ വെള്ളം ഒഴുകാറില്ലല്ലോ. പക്ഷെ ഇപ്പോഴല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളമൊഴുക്കുന്നു. അത് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ബറക്കത്ത് ഉപയോഗിച്ചോളൂ. അതുകൊണ്ടാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കുറെ കൂടുതൽ അധികം കുടിച്ചുപോയി. കാരണം ബറക്കത്തായി വന്ന വെള്ളമാണല്ലോ, അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ള വെള്ളമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് കുടിക്കുകയാണ്, കൂടുതലായി വയറ്റിലേക്ക് കുടിച്ചു. നിങ്ങൾ നോക്കണേ, ഈ വെള്ളത്തിന്
ഈ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അവൻ ഒരു നന്മ ഉണ്ടാക്കിയിരിക്കുന്നു, അനുഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നു. ഏതിൽ? നബിതങ്ങളുടെ കയ്യിലൂടെ. നബിതങ്ങളുടെ കയ്യിലൂടെ. ആ കയ്യിലൂടെ വന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവരാവണം മുജാഹിദുകൾ. അപ്പോഴാണ് ഈ നിർവചനം തെറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ നിർവചനം എന്താ? അത് അള്ളാഹുവിന്റെ അനുഗ്രഹം. അത് ഒരു വസ്തുവിൽ നിന്ന് അള്ളാഹു അനുഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം സ്വീകരിക്കുക എന്നത് ഈ പ്രാർത്ഥനയുടെ നിർവചനത്തിനെതിരാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. കാരണം ഇവിടെ സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഇതിങ്ങനെ എഴുതാനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. എന്താ കാരണം? ആ കാരണം കേരളത്തിൽ ആദ്യകാല മുസ്ലിയാക്കന്മാർ നമ്മൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടുകയാണ്, വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എഴുതി വെച്ചു, ഞങ്ങൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വേറെ ആരോടും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂല. ഞങ്ങളെ പ്രാർത്ഥന അല്ലാഹുവിനോടാണ്. പിന്നെ മഹാന്മാർക്ക് കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അങ്ങനൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് ഈ സംഗതി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു ശൈലിയിൽ പണ്ഡിതന്മാർ എഴുതിയത്. അതിന് മഹാനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ല, നിങ്ങൾ ആ പുസ്തകം വായിച്ചൊക്കെ കാണാം. അദ്ദേഹം പറയുന്ന ഒരു പ്രയോഗമുണ്ട്. പല സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒരാൾ നജീബ് തന്റെ രോഗശമനത്തിനായി ഒരു ജാറത്തെ സമീപിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുന്നറിയോ? ഇവിടെ മറവ് ചെയ്യപ്പെട്ട മനുഷ്യനെ അവൻ കാണുന്നില്ല. അയാൾ സ്റ്റെതസ്കോപ്പുമായി വന്ന ഡോക്ടർ ചെയ്ത ക്രിയകളൊന്നും ചെയ്യുന്നില്ല. അവന്റെ അപേക്ഷ അയാൾക്ക് എത്തുന്ന മാർഗവും അവനെ സഹായിക്കുന്ന മാർഗവും അജ്ഞാതമാണ്. അയാൾ ഉദ്ദേശിക്കുന്ന പക്ഷം അയാൾക്ക് തന്റെ രോഗത്തിന് ശമനം വരുത്താൻ കഴിയുമെന്നവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനുള്ള അപേക്ഷയാണിത്. അതുകൊണ്ട് തന്നെ അത് ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആരാധനയാണ്. ആരാധന അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അവകാശത്തിൽ ജാറത്തിൽ മറവ് ചെയ്യപ്പെട്ട മനുഷ്യനെ പങ്കുചേർക്കുകയാണ് തന്റെ ഈ പ്രവർത്തനത്തിലൂടെ നജീബ് ചെയ്യുന്നത്. അതുവഴി അവൻ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. കുഞ്ഞീദ് മദനിയുടെ പ്രത്യേകത ഈ വിഷയങ്ങളിലെല്ലാം ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ശരിയും തെറ്റും ഇങ്ങനെ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കുഞ്ഞീദ് മദനി റഹിമഹുല്ല. അദ്ദേഹം സംസാരിക്കുന്ന വിഷയം പോലും മാത്രമല്ല, ഇതേ പുസ്തകത്തിൽ അദ്ദേഹം കറാമത്തുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട്. അതിലും പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ആളുകളുടെ മുഅ്മിനുകളുടെ അവരുടെ അപേക്ഷ അനുസരിച്ചുകൊണ്ട് അവരിലൂടെ വല്ല കറാമത്തും ഉണ്ടായാൽ, അസാധാരണ സംഭവം ഉണ്ടായാൽ അതുകൊണ്ട് തേടാൻ അവകാശമില്ല. കുഞ്ഞീദ് മദനി അത് അംഗീകരിക്കുന്ന ആളല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ ആദ്യം പറഞ്ഞ നിർവചനത്തിനെതിരാണെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ വരൂലേ? ഇനിയുമുണ്ട് ധാരാളം. ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവൻ എന്ന പുസ്തകം, ഇതേ പുസ്തകത്തിലും ഇതേ രൂപത്തിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇതേ രൂപം തന്നെയാണ് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതേ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം. അഭൗതിക മാർഗത്തിൽ ഒരു ഗുണലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള അർത്ഥന മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ. അപ്പൊ പ്രതീക്ഷ മാത്രമല്ല, അവിടെ ഒരു അർത്ഥനയുണ്ട്. അപ്പോ പ്രാർത്ഥനയാകണമോ? അദ്ദേഹം പറഞ്ഞു തന്ന വിഷയമാണത്. ഈ വാചകത്തിന്റെ ഒരു കഷ്ണം എടുത്തു പിടിച്ച് മുജാഹിദുകൾ പറയുന്ന ആദർശം തെറ്റാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം സംവാദത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവര് വലിച്ച ചരടനുസരിച്ച് പോവുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നതെങ്കിൽ ആ സംവാദത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ധാരാളം വിഷയങ്ങൾ പറയാൻ പറ്റാതെ വരുമായിരുന്നു. കാരണം ഒരു പുസ്തകത്തിൽ മാത്രം ചർച്ച ഒതുങ്ങി നിൽക്കും. നമ്മൾ ഇപ്പുറത്ത് വായിക്കും, ഒരാളെ പറഞ്ഞാൽ അത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ ചർച്ച ആ രൂപത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുക. പക്ഷെ അതിന് നമ്മൾ നിന്നുകൊടുത്തിട്ടില്ല. പിന്നെ ദുആയുടെ നിർവചനം എന്താണ് ഖുർആനിൽ? ഇല്ല.
ഖുർആൻ നിർവചനം പറയുന്ന ഗ്രന്ഥമല്ല. എന്താ നിസ്കാരം? നീയത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും സമാഹാരമാണ് നിസ്കാരമെന്ന് തൈരീഫ് പറഞ്ഞിട്ടുണ്ട് ഫുഖഹാക്കൾ മുഴുവനും. എന്താണ് നോമ്പ്? ഫജ്ർ സാദിഖ് മുതൽ അതുപോലെ തന്നെ സൂര്യാസ്തമയം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ആത്മസംയമനം പാലിച്ച് നിലനിൽക്കലാണ് പറഞ്ഞിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനമാണ്. ഈ നിർവചനങ്ങളൊന്നും ഖുർആനിൽ നേർക്കുനേരെ കാണില്ല, ഹദീസുകളിൽ നേർക്കുനേരെ കാണില്ല. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ മനസ്സിലാക്കിയതിനനുസരിച്ചാണ് തൈരീഫ് പറയുക. എന്നിട്ട് പറഞ്ഞ സംവാദത്തിൽ തൈരീഫ് പറഞ്ഞില്ല, അതവിടെ ആയത്തോതിയില്ല എന്നാണ്. എങ്കിലും ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കൃത്യമായി ബോധ്യപ്പെടുത്തി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് മാത്രമല്ല, അഖ്സാ ഗായത്തുൽ ഖുളൂഇ വത്തദല്ലുലി എന്നതാണ് ദുആയുടെ നിർവചനമെന്ന് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി. അതാ ഞാൻ നേരത്തെ വായിച്ചതുപോലെ തന്നെ ഇതൊക്കെ വിശദീകരിച്ചത് കുഞ്ഞീദ് മദനി ഈ മുഫസ്സിറുകൾ പറഞ്ഞതിനടിസ്ഥാനത്ത് അദ്ദേഹം പറയാണ് പണ്ഡിതന്മാരുടെ നിർവചനം. പൂർവികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ആരാധനയ്ക്കു നൽകിയ നിർവചനങ്ങൾ കാണുക. വൽ ഇബാദത്തു അഖ്സാ ഗായത്തുൽ ഖുളൂഇ വത്തദല്ലുലി, അങ്ങേയറ്റത്തെ താഴ്മയും വിധേയത്വവും പ്രകടിപ്പിക്കലാണ് ആരാധന. പിന്നെയോ ഇന്നൽ ഇബാദത്തു ഇബാറത്തുൻ അൻ നിഹായത്തി തഅലീം, അതേ പരമമായ ബഹുമാന പ്രകടനത്തിനാണ് ആരാധന എന്ന് പറയുക. എന്നിട്ട് അതിന് കൃത്യമായൊരു വിശദീകരണം പിന്നെ കുഞ്ഞീദ് മദനി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങളെ കൃത്യമായി വിലയിരുത്തണം, പഠിക്കണമെന്നാണ്. കാരണം അപ്പോഴാണ് ഒന്നും കൂടി ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുക. ശരിക്കു പറഞ്ഞാൽ ഒരു സംവാദത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ സംസാരിക്കാമെന്നും എങ്ങനെ കൊണ്ടുപോകാമെന്നും ആലപ്പുഴ സംവാദത്തിൽ സമസ്തയിലെ ആളുകൾ തെളിയിച്ചു എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. ആ രൂപത്തിലാണ് അവർ പോയത്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. ചോദ്യോത്തരത്തിന്റെ തുടക്കം മുതൽ, അല്ല വിഷയാവതരണം മുതൽ. ഞാൻ പറഞ്ഞല്ലോ 20 ആയത്തുകൾ ഉദ്ധരിച്ചു, 3 ഹദീസുകൾ ഉദ്ധരിച്ചു. 20 ആയത്തുകളും 3 ഹദീസുകളും ഉദ്ധരിച്ചപ്പോ ആ ആയത്തുകളെയോ ഹദീസുകളെയോ ഒരു വാക്കുകൊണ്ട് പോലും ഒന്ന് തടയിടാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു വർത്തമാനം പറയാനോ കഴിഞ്ഞില്ല. നിങ്ങളെ കുഞ്ഞീദ് മദനി പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ വിഷയാവതരണത്തിൽ ശക്തമായി പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സദസ്സ് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇവരുടെ വിഷയാവതരണം മുതൽ ഈ സംവാദത്തിന്റെ അവസാനം വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. ഇവർ അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടാൻ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുടെ ഉദാഹരണം, നബിതങ്ങൾ പഠിപ്പിച്ച 100 കണക്കിന് പ്രാർത്ഥനകളിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം ഇവർ കാണിക്കുമെങ്കിൽ ഇവർ പറഞ്ഞ വാദമാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിയില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, അവർക്ക് കഴിയുമോ നോക്കാം. സംവാദത്തിന്റെ അവലോകനം വരെ, സംവാദം അവസാനിക്കുന്നത് വരെ സമസ്തയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ചില ആളുകൾ പറയാറുള്ള എന്താന്ന് വെച്ചാൽ രസം എന്താന്ന്, മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് വന്നത് KNM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, പിന്നെ ജമിയത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ വന്ന് ഞങ്ങളെ കൂട്ടത്തിൽ വന്ന് SKSF-ന്റെ കുട്ടികളാണല്ലോ. SKSF-ന്റെ കുട്ടികളാണ് MD അബൂബക്കർ ദാരിമി, മനസ്സിലെ മുസ്തഫ അഷ്റഫ് കക്കുപ്പടി, അങ്ങനെയുള്ള ആളുകളൊക്കെ SKSF-ന്റെ ആളുകൾ. അത് വിശദീകരിച്ചുകൊണ്ട് കോഴിക്കോട് നടന്ന വിശദീകരണ സമ്മേളനത്തിൽ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് വൈസി പറഞ്ഞത്, നമ്മളുടെ ഘടകങ്ങളിൽ ഏറ്റവും താഴെയുള്ളതാണ് ചെന്നത്, ഓലതിൽ ഏറ്റവും മേലെയുള്ളതാണ് വന്നത്. മനസ്സിലായോ? ഏറ്റവും മേലെയുള്ളതാണ് വന്നത് എന്നാണ്. നിങ്ങൾ നോക്കിയോളൂ, SYS-ന്റെ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ നരച്ച് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നതായിരിക്കും SYS-ന്റെ സെക്രട്ടറി. SYS എന്ന സുന്നി യുവജന സംഘം എന്നാണ്. സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആരാ? നരച്ച് കയ്യും കാലുമൊക്കെ ദുർബലമായി
ഇന്നോ നാളെയോ മരിക്കാനായി കിടക്കുന്നയാളായിരിക്കും SYSന്റെ സെക്രട്ടറിയും പ്രസിഡന്റും. മനസ്സിലായോ? ഈ രൂപത്തിലാണ് ഓരോ ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ നോക്ക്, ഓരോരുത്തരെയും പരിശോധിച്ച് നോക്കാം. ആരാ ജമിയത്തുൽ ആരാണ് സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ്, ആരാ സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറി? പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചെന്നാളുകൾ, പിന്നെ കേരള നദവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ. അതെ, ശരി തന്നെയാണ്. ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ആണൊരാൾ. അതെ, ശരി തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ എന്താ അപ്പുറത്തുനിന്ന് വരാൻ കഴിയാത്തത്? ഈ വന്ന കുട്ടികൾ കാണിച്ച ഈ വർത്തമാനത്തിനപ്പുറത്തേക്ക് പറയാൻ കെൽപ്പുള്ള, ആണത്വമുള്ള, തന്റെ ഇടമുള്ള ഒരൊറ്റ തലനരച്ച ഒരുത്തനും അക്കൂട്ടത്തിലില്ലാത്തോണ്ടാണ്. ഒരൊറ്റ ആളും അക്കൂട്ടത്തിലില്ല. എഴുന്നേറ്റ് നിന്ന് രണ്ട് വർത്തമാനം മുജാഹിദുകളുടെ ആദർശത്തിനെതിരായി പറയാൻ പറ്റുന്ന തന്റെ ഇടമുള്ള തലനരച്ച ഒരൊറ്റ പണ്ഡിതനും അക്കൂട്ടത്തിലില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും എതിരാളിയായി വരുന്നവൻ മുല കുടിക്കുന്നവനാണോ അല്ല കഞ്ഞി കുടിക്കുന്നവനാണോ നോക്കേണ്ട കാര്യമില്ല. അവൻ വരുന്നത് ആദർശത്തിനെ എതിർക്കാനാണോ, അതിനെ നേരിടാൻ ഏറ്റവും പ്രായമുള്ള ആളുകൾ വരെ ആ വിഷയത്തിൽ രംഗത്തിറങ്ങും. കാരണം നമുക്ക് വലിപ്പ ചെറുപ്പില്ലാത്തോണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഏറ്റവും ചെറിയ ആളുകൾ വന്നാലും ഉത്തരം പറയാൻ പോകുന്നത് ഏറ്റവും വലിയ ആൾ തന്നെയായിരിക്കും. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റഈസുൽ മുഫസ്സിരീൻ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ്. ഖവാരിജുകൾക്കെതിരെ സംവാദം പ്രഖ്യാപിച്ചപ്പോ സംവാദത്തിന് പോയത് അദ്ദേഹത്തെക്കാൾ ഏറ്റവും താഴെയുള്ള വിവരത്തിലും സ്ഥാനത്തിലും ഒക്കെ താഴെയുള്ള ആളുകൾക്കെതിരെ സംവാദം നടത്താൻ പോയത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. മനസ്സിലായില്ലേ? ഈ ജാതി സമസ്തന്റെ ഈ ജാതി പിന്നെ അല്പന്മാരായ ആളുകൾ ഉണ്ടെങ്കിൽ അവര് പറയും, കണ്ടോ ഇവരുടെ കൂട്ടത്തിൽ നേതാക്കന്മാർ വലിയ വലിയ ആളുകളാണ് വന്നത്, ഞങ്ങൾ വളരെ ചെറിയ ആളുകളാണ് ഇപ്പുറത്തുള്ളത്. അതിലൊന്നും വലിയ കാര്യമില്ല മാരെ, അതിലും വലിയ കാര്യമൊന്നുമില്ല. ഗൗരവം എന്താണ്? ആദർശത്തെ പ്രമാണങ്ങൾ കൊണ്ട് നേരിടുക എന്നിടത്താണ് വിഷയം. അവിടെ ഒരു പ്രമാണത്തിന്റെ കഷണം പോലും ഉദ്ധരിക്കാൻ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടൽ അനുവദനീയമാണെന്ന് സമർത്ഥിക്കാൻ ഒരായത്തിന്റെ കഷണം പോലും ഓതാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ 20 ആയത്തുകൾ, പിന്നീട് അനസ് മൗലവി ഓതിയ ഒരായത്തും കൂടെ കൂട്ടി 21 ആയത്തുകൾ. ഈ ആയത്തുകൾ ഓരോന്നും പറഞ്ഞു, ഓരോ പ്രാർത്ഥനയും വിശദീകരിച്ചു. ഇല്ല, പറയാനില്ല. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയുടെയും അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ ഉത്തരം പറയാൻ. വേറെ ചില ആളുകൾക്ക് നാണക്കേടായി തോന്നിപ്പോയല്ലോ. എന്താലേ ഈ ചെങ്ങായിമാരൊക്കെ നോക്കുമ്പോ അഞ്ഞനെ വന്നത് ഞാൻ അറിയും, അത് മഞ്ഞള പോലെ വെളുത്തിട്ട്. മുതലക്കുളം മൈതാനത്തേക്ക് പിന്നെ വലിയകുളം മൈതാനത്തേക്ക് വേറെ ചില ആളുകൾ വന്നത് കഴിഞ്ഞ ഉടനെ. മനസ്സിലായോ? എപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലുമൊക്കെ താഴ്ത്തിക്കെട്ടണമെന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്ന ചില വിഭാഗക്കാരാണ് അവർ. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ഇരിക്കാൻ തോന്നിയില്ല. മൂപ്പര് വന്നിട്ട് പറഞ്ഞു മൊത്തത്തിൽ നാണക്കേടായി. എന്താ കാര്യം? അത് അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞില്ലാലോ. ശിർക്കാണെന്ന് പറഞ്ഞില്ല. അതിന് കിതാബ് അറിയണ്ടേ, അതിന് കാര്യം അറിയണ്ടേ? രണ്ടാമത്തെ ചോദ്യം യെസ് ഓർ നോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചപ്പോ കൃത്യമായി അനസ് മൗലവിയുടെ മറുപടിയുണ്ട്. ആ മറുപടി എന്താ? അല്ലാഹു അല്ലാത്ത ആളുകളോട് അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് തേടിയാൽ അത് ശിർക്ക് തന്നെയാണ്. അപ്പൊ പറഞ്ഞു, അല്ല തേടുക എന്ന് പറഞ്ഞ എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞെന്തായിരുന്നു? അദ്ദുആഉ, ദുആനെ കുറിച്ച് പറഞ്ഞെന്താ? ഇബാദത്തിനെ കുറിച്ച് എന്താ? അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന തന്നെയാണ് ആരാധന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തേട്ടമാണ്. ആ ഇബാദത്ത്, ആ തേട്ടമെന്ന ഇബാദത്ത് ചെയ്താൽ അത് ശിർക്കാണ്. ഈ പ്രതീക്ഷയല്ലേ സംഗതി തേട്ടെന്ന് പറയുന്നത്. ഇങ്ങനെ കാത്തു കുത്തിരിക്കല.
അതിന്ന് ആഗ്രഹിക്കുകയല്ല, തേടല്ലേ. വെറുതെ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കല. ശരിക്കും ആ വിഷയത്തിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക, അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ആ കിട്ടുക എന്ന തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയാ. അതിന് വിവരം ഉണ്ടാവണ്ടേ കാര്യം മനസ്സിലാക്കാൻ? വലിയ കാര്യത്തിൽ എടുത്തു പറഞ്ഞൊരു സംഗതി അതാണ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ സുന്ദരമായ ആശയം തുടക്കം മുതൽ ഒടുക്കം വരെ പ്രമാണങ്ങളുടെ പിൻബലത്തിൽ കൃത്യമായി ഗ്രന്ഥങ്ങൾ ഓരോന്നുയർത്തിക്കാട്ടി. ഒരക്ഷരം വേണ്ടിയിട്ട് ഞങ്ങളെ സംവാദം എടുത്ത് നോക്കിക്കോളി. നമ്മളെങ്ങനെ കളിയാക്കുക, ആക്ഷേപിക്കുക, പിന്നെ തിരിച്ചങ്ങോട്ട് കളിയാക്കാനോ പരിഹസിക്കാനോ കഴിയാത്തവരൊന്നും അല്ലല്ലോ നമ്മള്. പക്ഷെ അത് നമ്മളെ ശൈലിയല്ല എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അതേ നാണയത്തിൽ അങ്ങോട്ട് പറയാൻ അറിയാത്തവരൊന്നുമല്ല. പക്ഷെ ആ പറച്ചിൽ ശരിയല്ല എന്നതുകൊണ്ടാണ് പ്രമാണങ്ങളിൽ ഊന്നിക്കൊണ്ട് മാത്രം പറയേണ്ട വിഷയങ്ങൾ കൃത്യമായി ഓരോ അവസരത്തിലും കിതാബിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അവിടുന്ന് പഠിപ്പിച്ചെന്ന ദീൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദ്യകാല പണ്ഡിതന്മാർ മുതൽ ഈ കാലഘട്ടം വരെ എല്ലാവരും പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പോവുക. പിന്നെ സിഹർ ഫലിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അതോടെ അയാൾ ശിർക്കിലായി പോയി എന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നുണയുമായി കടന്നു വരുന്ന ചില ആളുകളുണ്ട്. സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ അതോടുകൂടി അയാൾ മുശ്രിക്കായി പോയി എന്ന് പറയുന്ന ആഗോള ബ്ലണ്ടറുമായി കടന്നു വന്ന ചില ആളുകളുണ്ട്. ഒരു പ്രമാണത്തിന്റെ കഷണമുദ്ധരിക്ക് മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് ഒരു വാചകമുദ്ധരിക്ക് ഇല്ല, ഒരു വാചകവും ഇല്ല. എന്റെ തൊള്ള മാത്രം കൃത്യമായ പ്രമാണം പറയാനുണ്ടോ? ഇല്ല. ഖുർആനിന്റെ ആയത്തുകളെ പണ്ഡിത ലോകം വിശദീകരിച്ചതിനനുസരിച്ച് പറയാനുണ്ടോ? ഇല്ല. പിന്നെന്താ? എന്റെ തൊള്ള തന്നെ ഞാൻ പറയണോ അത് ശിർക്കാണ്? അതുകൊണ്ടാ NV സക്കരിയ സാഹിബ് പറഞ്ഞത് ഇത് അതിവാദമാണ്. എന്തൊരു പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജനങ്ങളെ മുന്നിൽ വലിച്ചിരുത്തിയിട്ട് ഈ ജാതി നുണകൾ മിമ്പറിൽ എന്ന് പറയുന്ന ചില താന്തോതികളുണ്ട്. മിമ്പറിൽ എന്ന് പറയുന്ന ആളുകൾ ഈ നുണകളാണ്. നുണ മിമ്പറിൽ എന്ന് പറയാ, സത്യസന്ധമായി സത്യം പറയേണ്ടുന്ന മിമ്പറുകൾ നുണ പറയാൻ ഉപയോഗിക്കുന്ന ആളുകൾ. നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ 14 നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം ഈ സത്യമാർഗത്തെ കൃത്യമായി കൊണ്ടുപോവുകയാണ്. അവർക്കാർക്കും അറിയാത്ത പുതിയ ചില ആശയങ്ങളെ കൊണ്ടുവന്നിട്ട് അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. സിഹർ ഒരു വലിയ ചർച്ചയാക്കണമെന്ന അഭിപ്രായത്തിനല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു ചർച്ചയുടെ ആവശ്യവുമില്ല. കാരണം ആ ചർച്ച കൊണ്ട് സാധാരണക്കാർക്ക് വലിയ ഗുണമൊന്നും കിട്ടാനുമില്ല. എന്ന് പറഞ്ഞാൽ അത് മക്കിടന്ന് ചർച്ച ചെയ്തത് കൊണ്ട് ആ ചർച്ച മക്കിടന്ന് ഇങ്ങനെ ഉഴലാമെന്നല്ലാതെ വേറെ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിലനിൽക്കാൻ വേണ്ടി അതുമ്മൽ ചർച്ചയാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നത്. അമാനി മൗലവിയുടെ തഫ്സീർ വായിച്ചാൽ, അതുപോലെ മുൻഗാമികൾ എഴുതി വെച്ച മലയാള പുസ്തകത്തിലെ ചില പ്രധാനപ്പെട്ട മേഖലകൾ മാത്രം മതി. സംഗതി ക്ലിയറാണ്. ആ ശരിയായ മാർഗത്തിൽ നിന്നാൽ പോരെ. അതിനപ്പുറത്തേക്ക് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ചർച്ച ചെയ്ത് സമൂഹത്തിനിടയിൽ ആളുകൾക്ക് ആളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത ശ്രമം നടക്കുക, ഇത് ശരിയല്ല. ഇതൊരു ശരിയായ സമീപനമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട ഒരു വിഷയമുണ്ട്, ഒരു കാര്യം അറിയേണ്ടതുണ്ട്. അതെന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നൊരു സംഗതിയുണ്ട്. അതെന്താ? നമ്മളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിക്കാൻ ആവശ്യപ്പെടുക. എന്താണ് ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ? പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാത്തൊരു മേഖല എന്ന് പറഞ്ഞ് ആളുകളെ വട്ടം കറക്കാറുണ്ട്. ഞാനൊരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താം. വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ
ചർച്ച ചെയ്യപ്പെടുകയും വലിയ പണ്ഡിതന്മാർ ഈ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് ജനങ്ങളോട് ഈ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഇതിലെല്ലാം ഉണ്ട് എന്ന് പരസ്യമായി പ്രസംഗിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി, ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ജിന്ന് പിശാച് റുഖിയ ശർഇയ്യ എന്നാണ്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. ഈ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി പിന്നെ റുഖിയ ശർഇയ്യ ചില അബദ്ധധാരണകൾ എന്ന പേരിൽ തന്നെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിലെന്താണ്? ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ എന്നിവ കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സഹിഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രൂപത്തിൽ നിർവഹിക്കുന്നതിനാണ് റുഖിയ ശർഇയ്യ എന്ന് പറയുന്നത്. ഇതാണത്. ഇതിൽ മന്ത്രവാദമില്ല, ഇതിൽ മന്ത്രവാദമില്ല. മന്ത്രവാദം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു മഹാരോഗമാണ്, ഒരു മഹാദുരന്തമാണത്. അതൊരു ദുരന്തമായി കലാശിച്ചിരിക്കുകയാണ്. മുമ്പ് മന്ത്രവാദ ചികിത്സയ്ക്ക് വേണ്ടി റുഖിയ ശർഇയ്യ എന്ന പേരിട്ട സംഗതി നടപ്പിൽ വരുത്താൻ ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ ഈ പുസ്തകം അതിൽ തെറ്റുകളുണ്ടെന്ന് പറഞ്ഞ് 38 പണ്ഡിതന്മാർ ഒപ്പിട്ടുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമക്ക് കത്തുകൊടുത്ത് ഇതിൽ ചില സംഗതികളൊക്കെ തിരുത്താനുണ്ടെന്നും ചിലതൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒപ്പിട്ടുകൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളുടെ ആഗ്രഹം ഇവിടെ ഒരു മന്ത്രവാദം പരിപാടി തുടങ്ങണമെന്നായിരുന്നു. പക്ഷെ ഒരു കാര്യം സന്തോഷമുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? അന്ന് 6 വർഷങ്ങൾക്ക് മുമ്പ് കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞ അതേ നിലപാടിലേക്ക് ജിന്നവാദം പറഞ്ഞ് പുറത്തുപോയ ആളുകളുടെ പണ്ഡിതന്മാർ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നത് ഒരു നല്ല വർത്തമാനം തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത് നടന്ന നിലമ്പൂർ ഭാഗത്ത് കരുളായിൽ വെച്ച് നടന്ന ഒരു സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ അവിടെ മന്ത്രവാദം ചെയ്ത, അല്ലെങ്കിൽ അവിടെ മന്ത്രിച്ചു കൊടുത്തെന്ന് പറഞ്ഞു കൊണ്ടുപോയി ശക്തമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയ, അങ്ങനെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, മനുഷ്യാവകാശ ലംഘനം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ആ ചെറുപ്പക്കാരന് കിട്ടേണ്ടിയിരുന്ന ഒരു നല്ല ചികിത്സ, ആ ചികിത്സ അവരുടെ കുടുംബം ധാരാളം ചികിത്സിച്ചിട്ടുണ്ട്. അതിവിടെ ആരും നിഷേധിച്ചിട്ടില്ലാത്തൊരു കാര്യം തന്നെയാണ്, ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് കലാശിക്കുവാൻ കാരണമായി തീർന്നു എന്ന് പറയപ്പെടുന്ന ഈ ചികിത്സയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ആയുർവേദ ചികിത്സ 20 ദിവസത്തിലധികം, ഏകദേശം 10-27 ദിവസത്തോളം ആ ചികിത്സ നിർത്തിവെച്ചു, നിഷേധിക്കപ്പെട്ടു എന്നതാണ്. ആ നിഷേധിക്കപ്പെട്ടു എന്നത് മരിക്കുന്നതിനു മുമ്പ് നിഷേധിക്കപ്പെട്ട വ്യക്തി തന്നെ പറഞ്ഞു എന്നത് അള്ളാഹു നൽകിയ ഒരു വലിയ തെളിവാണ്. അത് അള്ളാഹു അത് വെറുതെ ശേഷിപ്പിച്ചതല്ല, അതിന്റെ പിന്നിൽ അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട് എന്നത് അറിയാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് അവർ ഈ മരുന്ന് കഴിക്കാൻ സമ്മതിച്ചില്ല. മാത്രമല്ല അവർ എന്നെ വിളിച്ചത്, എന്റെ വാപ്പയും ഉമ്മയും എനിക്ക് പേരിട്ടത് ഫിറോസ് എന്നാണ്. പക്ഷേ അവരെന്നെ വിളിച്ചത് ശൈത്താൻ എന്നാണ്. കടുത്ത മാനസിക പീഡനമാണ് അതിലൂടെ ഉണ്ടാക്കിയെടുത്തത്. മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് അവിടെ. ഇസ്ലാമിന്റെ പേരിൽ, റുഖിയ ശർഇയ്യയുടെ പേരിൽ ഇത്തരം സമീപനങ്ങളാണ് അവിടെ നടന്നത്. ചെറിയ രൂപത്തിലാണെങ്കിലും ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം ചെറുതല്ല, അത് വലുതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ മനുഷ്യന്റെ വയറ്റിൽ ഗണപതിയാണെന്ന് ആരോ കശ്ഫിലൂടെ പറഞ്ഞു എന്നാണ്, കശ്ഫിലൂടെ കിട്ടുക എന്നാണ്. ശരിക്കും മുമ്പ് നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസികളായ
മന്ത്രവാദികൾ അവർ പറഞ്ഞിരുന്ന വിഷയം അതേ രൂപത്തിൽ മുജാഹിദുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന ചിലർ അവർ പറയുന്നു ഞങ്ങൾക്ക് കശ്ഫിലൂടെ വെളിവായതാണ്. ഒന്നെങ്കിൽ മന്ത്രിക്കുന്നവന് കിട്ടും, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവന് കിട്ടും. രണ്ടാണെങ്കിലും അത് ശൈത്താനാണ്, പിശാചാണത്. ആ കശ്ഫ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അയാളുടെ വയറ്റിൽ ഗണപതിയാണ്. ഇനി വരാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം വേറെ ഉണ്ട്. അത് പരസ്യമായി എനിക്ക് പറയാൻ പറ്റൂല, പരസ്യമായി എനിക്ക് പറയാനത് പറ്റൂല. ഒരുപക്ഷെ ആരെങ്കിലും ആ രൂപത്തിലൊരു സംസാരം കൊണ്ടുവന്നാൽ അതൊരു പക്ഷേ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ മേലെയും അതീവ ഗൗരവതരവുമായിരിക്കുമെന്ന് ഇത്തരം വർത്തമാനം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളോട് താക്കീത് ചെയ്യുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു ഞാൻ. വെറുതല്ല, ആ വർത്താനത്തിന്റെ പിന്നിൽ വലിയൊരു ഗൗരവമുണ്ട്. അയാളുടെ വയറ്റിൽ ഗണപതിയാണ് എന്നാ പറഞ്ഞത്. ആ ഗണപതിനെയാണ് ശൈത്താൻ എന്ന് വിളിച്ചുകൊണ്ട് ഇറക്കാൻ, അതിനെ ഇറക്കി ഓടിക്കണം, അതിനെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇത് ഇസ്ലാമിക് പഠിപ്പിച്ച മന്ത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മന്ത്രങ്ങൾ അതൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആ പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അത് ചെയ്തു കാണിച്ചു. നബി തങ്ങൾ തന്നെ അത് ചെയ്തു കാണിച്ചിട്ടുണ്ട്. അതിലൊരിടത്ത് പോലും ഈ രൂപത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമായി, ഒരു മന്ത്രവാദ ചികിത്സയായി ഇല്ല. ഒരു സഹാബിയും അതിനു വേണ്ടി ഇരുന്നിട്ടില്ല. ഇപ്പൊ പലയിടത്തും കേന്ദ്രം ഉണ്ടാക്കാൻ ചില ആളുകൾ കേന്ദ്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അത് പിൻവലിച്ചു. എന്നാലും ഇപ്പോൾ അന്നൊക്കെ അത് ആഗ്രഹിച്ച് പറയുകയും അത്തരം വിഷയങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ, പക്ഷെ അവരിപ്പോ അത് അംഗീകരിക്കാത്ത രൂപത്തിലാണുള്ളത്. അംഗീകരിക്കാത്ത രൂപത്തിലാണ്. അങ്ങനെ ഒരു കേന്ദ്രം പറ്റൂല, അങ്ങനെ റാഖി എന്ന് പറയപ്പെടുന്ന ഒരു തസ്തികയില്ല, മന്ത്രിക്കുന്നവനെന്ന തസ്തികയില്ല, അതിന്റെ പേരിൽ പ്രത്യേകം വരുമാനം ഉണ്ടാക്കാൻ പറ്റൂല, അത് വരുമാന മാർഗമല്ല, അങ്ങനെ ഒരു പ്രത്യേക കേന്ദ്രമില്ല, അങ്ങനെ ഒരു പ്രത്യേക ചികിത്സയില്ല. ഇപ്പൊ എന്തായി? 6 കൊല്ലത്തിന് മുമ്പ് കേരള നദുത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അവിടത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. മനസ്സിലായോ? അല്ലറ ചില്ലറ തിരുത്തൽ കൂടി വരുത്തിയാൽ ക്ലിയറായി. അല്ലറ ചില്ലറ തിരുത്തൽ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേതാക്കന്മാർ വോയിസിലൂടെയും ടെക്സ്റ്റിലൂടെയും ഒക്കെ ഇത് തിരുത്തി പറയും. പക്ഷെ അണികൾ പറയും അത് അയാളെ അഭിപ്രായം, നമ്മളെ അഭിപ്രായം അല്ല എന്ന്. മനസ്സിലല്ലേ? അതായത് ഈ തായ്തടിയേക്കാൾ വലിയ ശിഖരപ്പുള്ളത്. അപ്പൊ ഏത് നിലക്കും ഏത് സമയത്തും നീ അത് കൂപ്പുകുത്താം. തായ്തടിയേക്കാൾ ശിഖരം വന്നാൽ ആ മരത്തിന് നിൽക്കാൻ പറ്റൂല, അത് മുറിഞ്ഞു വീഴും. അല്ലെങ്കിൽ ആ ശിഖരം, വലിയ ശിഖരത്തെ മുറിച്ചു കളയണം. ഇപ്പൊ കാണുന്നത് തായ്തടിയേക്കാൾ വലിയ ശിഖരമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് തായ്തടിയെ കുത്താൽ ശിഖരം ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നു. അത് അയാളുടെ അഭിപ്രായമാണ്, ഞങ്ങളതല്ല. കണ്ടോ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ നോക്കിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിടത്ത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോഴും നിലകൊള്ളുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആദർശത്തിൽ നിന്ന് ഒരു രൂപത്തിലുമുള്ള തിരിച്ചുപോക്ക് നടത്തിയിട്ടില്ല, ഒരു രൂപത്തിലും നമ്മൾ മാറിപ്പോയിട്ടില്ല. വളരെ കൃത്യമായി നിലനിൽക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തെ മനസ്സിലാക്കി ധാരാളം ആളുകൾ ഈ ആദർശത്തോട് യോജിച്ചു നിൽക്കുകയും അതുപോലെ തന്നെ 14 കൊല്ലമുണ്ടായിരുന്ന ഭിന്നതയിൽ മറന്ന് ഇതോടൊപ്പം ഒന്നു ചേർന്ന ആയിരക്കണക്കിന് പ്രവർത്തകന്മാരും അതുപോലെ പണ്ഡിതന്മാരും ശക്തമായി ഈ ആദർശ കൂട്ടായ്മയിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞോ അതാണ് ദീൻ. അള്ളാഹുവിന്റെ ഖുർആൻ എന്ത് പറഞ്ഞോ അതാണ് ദീൻ. അതിനപ്പുറത്തേക്ക് ഒരു വർത്തമാനമില്ല. അതിനപ്പുറത്തേക്ക് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല. അതിലെത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞാലും
ആ പണ്ഡിതന്റെ അഭിപ്രായം മാത്രമായിരിക്കും അത് എന്ന് പറയലാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിന്നു വരെ പുലർത്തിപ്പോന്ന ആദർശമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചെടുത്ത, സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത സഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ, അങ്ങനെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ലോകത്തിന് പഠിപ്പിച്ച ആ തൗഹീദ്, അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ ചില ആളുകൾ പറയാറുള്ള ഒരു സംഗതിയുണ്ട്. അതെന്താണെന്നറിയുമോ? മുജാഹിദ് പ്രസ്ഥാനം അവർ സ്വന്തമായി ചില വിഷയങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അവർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തത് പറയുകയാണ്. മഹാന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയി, മഹത്തുക്കളായ ആളുകളുടെ ഖബറിന്റെ അടുത്ത് പോയി എന്തെങ്കിലും ഒന്ന് അവിടെ ചെന്ന് അവരോട് സഹായം തേടുക, അവിടെ തവാഫ് ചെയ്യുക, അവിടെ ഭജനമിരിക്കുക, അവിടെ എന്തെങ്കിലും നേർച്ചയിടുക തുടങ്ങുന്ന സമ്പ്രദായങ്ങൾ ചെയ്താൽ അത് ദീനിനെതിരാണ്, കുഫ്രിയത്താണ് എന്നൊക്കെ മുജാഹിദുകൾ ഉണ്ടാക്കിയതാണ്. മുൻഗാമികൾ പറഞ്ഞിട്ടില്ല എന്ന് പറയലുണ്ട്. ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം, 2-3 ഗ്രന്ഥങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുക്കുകയാണ്. ഒന്ന്, അൽ ജവാഹിർ വദ്ദുറർ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം. ഈ തർജുമത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യനായ അദ്ദേഹം മുഹമ്മദ് സഖാവി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അൽ ജവാഹിർ വദ്ദുറർ. അതിൽ അദ്ദേഹം നഫീസ ബീവിയുമായി, നഫീസത്തുൽ മിസ്രിയ, അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുന്നുണ്ട്. ആ പറയപ്പെടുന്ന വിഷയത്തിൽ വളരെ കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട്. നഫീസ ബീവിയുടെ ഖബറിന്റെ അടുത്ത് ചില ആളുകൾ പോവുകയും ആ ഖബറിന്റെ അടുത്ത് പോയി ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ഇമാം സഖാവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തർജുമത്ത് അൽ ജവാഹിർ വദ്ദുറർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നടക്കുന്നത് അനിസ്ലാമിക പ്രവണതയാണ്. എഴുന്നോക്കൂ, സിയറു അഅ്ലാമിൻ നുബല എന്ന് പറയപ്പെടുന്ന ഇമാം ഉസ്മാൻ അസ്സഹബി റഹിമഹുള്ളയുടെ ഗ്രന്ഥമാണ്. അതിലും അദ്ദേഹം പറയുന്നു, വലിജഹലത്തിൽ മിസ്രിയീന ഫീഹാ ഇഅ്തിഖാദുൻ യതജാവസുൽ വസ്ഫ് വലാ യജൂസു ഫീമാ മിമ്മാ ഫീഹി മിനശ് ശിർക്ക് ويسجدون لها ويلتمسون منها المغفرة وكان ذلك من دسائس دعاة العبيدية. അദ്ദേഹം പറയാണ്, ഇമാം ദഹബി രേഖപ്പെടുത്തുകയാണ്, വലിജഹലത്തിൽ മുസ്രിയീന, ഈജിപ്തിലെ വിവരമില്ലാത്ത ആളുകൾ, അവർക്കുണ്ട് ഫീഹ നഫീസ ബീവിയുടെ ഖബറിൽ, അതിന്റെ അടുത്ത് ഇഅ്തിഖാദ്, നഫീസ ബീവിയിൽ ഇഅ്തിഖാദുൻ യതജാവസുൽ വസ്ഫ, വിശേഷണങ്ങളിലൊക്കെ എല്ലാത്തും അതിരുവിട്ട് കിടക്കുന്ന രൂപത്തിലുള്ള ചില വിശ്വാസങ്ങളുണ്ട്. വലാ യജൂസു മിമ്മാ ഫീഹി മിനശ് ശിർക്ക്, ശിർക്കിനാൽ അനുവദിക്കപ്പെടാത്ത സംഗതികളുണ്ട്. വയസ്ജുദൂന ലഹാ, ആ ഖബറിന് അവർ സുജൂദ് ചെയ്യുന്നു. വയൽതമിസൂന മിൻഹൽ മഗ്ഫിറ, ആ നഫീസ ബീവിയിൽ നിന്ന് പാപമോചനം അവർ ആഗ്രഹിക്കുന്നു, തേടുന്നു. വകാന ദാലിക മിൻ ദസായിസി ദുആത്തിൽ ഉബൈദിയ, ഇത് വിഗ്രഹാരാധകരായ ആളുകളുടെ മോശമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. സിയറു അഅ്ലാമിൻ നുബലായിൽ കഴിഞ്ഞില്ല. ഇനി അൽ ബിദായത്തു വന്നിഹായ, ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽ ബിദായത്തു വന്നിഹായ, അതിലും അദ്ദേഹം ഇതേ വിഷയം രേഖപ്പെടുത്തിയത് കാണാം. അദ്ദേഹം പറയുന്നു, വഖദ് ബാലഗൽ അഅമ്മത്തു ഫീ അംരിഹാ കസീറൻ ജിദ്ദൻ വയുത്ലിഖൂന ഫീഹാ ഇബാറാത്തിൻ ബശഅ ഫീഹാ മുജാസഫത്തുൻ തുഅദ്ദി ഇലൽ കുഫ്രി വശിർക്ക്. നഫീസ ബീവിയിൽ ആളുകൾ അതിരുവിട്ട പ്രവർത്തനങ്ങൾ പൊതുസമൂഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില വർത്തമാനങ്ങൾ അവർ പറയുന്നത് അതിരുവിട്ട് കിടത്തുന്നതാണ്, ശിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കുന്നതാണ്. ഒരിക്കലും അവരുടെ കാര്യത്തിൽ പറയാൻ പാടില്ലാത്ത വർത്തമാനങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട്, അതെ, ഖബറിൽ അതിരുവിട്ട് കിടന്ന ആളുകൾ, അതിന്റെ ആളുകൾ അവർ ചെയ്യുന്നത് അസ്ലു ഇബാദത്തിൽ അസ്നാം, വിഗ്രഹാരാധകരുടെ അടിസ്ഥാന പണി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ നിരപ്പാക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ അതല്ലാത്ത രൂപത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല
അവരിൽ നിന്ന് അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നല്ലാതെ അവരിൽ നിന്ന് ഗുണദോഷം പ്രതീക്ഷിച്ചാൽ അത് മുശ്രിക്കിന്റെ പണിയാണ് എന്ന് പണ്ഡിത ലോകം. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ വർത്തമാനമല്ല, കഴിഞ്ഞ കാലങ്ങളിലുള്ള പണ്ഡിതന്മാർ മുഴുവനും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തൗഹീദിൽ യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും മുജാഹിദുകളെ വിമർശിക്കുന്ന ആളുകൾ അവരുടെ തൗഹീദിൽ പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 928 928 4 തൗഹീദായിരുന്നെങ്കിൽ 986 2 തൗഹീദാക്കി മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ പിന്നീട് തൗഹീദ് വീണ്ടും 2 ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ വന്നപ്പോൾ തൗഹീദ് 6 തരമാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോരുത്തരും തൗഹീദിൽ 1 2 4 6 അങ്ങനെ തുടങ്ങുന്ന തൗഹീദിന്റെ ഇനങ്ങളും തൗഹീദിന്റെ മേഖലകളും മാറി 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 വന്നുകൊണ്ടിരിക്കുന്നതാണ് സമസ്ത മുന്നോട്ട് വെക്കുന്ന തൗഹീദ്. മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി പഠിപ്പിച്ചു തന്ന ആ തൗഹീദും അതിന്റെ നിരോജ്വനവും പിന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിയെടുത്ത് തന്നെയാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.